വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള മസാല മാഗിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചെറിയ പാക്കറ്റ് മാഗി ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തവും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മസാല മാഗി എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസിന്റെ റെസിപ്പിയാണ്. കുറച്ച് സോസി ആയിട്ടുള്ള നമ്മളെ ഷെസ്വാൻ സോസ് ഒക്കെ പോലെ അങ്ങനത്തെ നൂഡിൽസ് പോലെയുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും കഷ്ണം ക്യാപ്സിക്ക അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പകുതി തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റേണ്ട കാര്യമില്ല. ഒന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മാഗിയുടെ പാക്കറ്റിന്റെ അകത്ത് വരുന്ന ആ ഒരു ഫ്ലേവറിന് ചേർത്തുന്ന ആ ഒരു മസാലയില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിപ്പം ഒരു പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും ബാക്കിയുള്ള ചേരുവകളുടെ അളവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, മസാലയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആ മാഗിയുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ ഇതാ ഞാൻ ഇടയിൽ വെച്ച് തുറന്നിട്ടുണ്ട്. ഇതിപ്പം കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഡ്രൈ ആവുന്നത് വരെ വേവിച്ചിട്ട് എടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സോസുകളോട് ചേർക്കാനുണ്ട്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടീസ്പൂണ് സോയാ സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഹോട്ട് ചില്ലി സോസ്. ഈ 3 സോസുകളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. സോസിന്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും സോസ് കയ്യിലില്ലെങ്കിൽ അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ആ ഒരു ചൈനീസ് ഫ്ലേവർ കൂടെ ഇതിനകത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില്ലി പൗഡറിന്റെയും ഹോട്ട് ചില്ലി സോസിന്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ മല്ലിയില അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു നൂഡിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഈ നൂഡിൽസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. ഇങ്ങനെ ഒട്ടി ഒട്ടി കിടക്കില്ല. ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യുക, ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ സാധാരണ എല്ലാവരും മാഗി വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ മാഗി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.